വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ SP ഓഫീസിൻ്റെ ഭാഗം മുതൽ വടകര കൈനാട്ടി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ളത് SP ഓഫീസ് കഴിഞ്ഞ് കോട്ടക്കടവ് ഭാഗത്താണ്. കോട്ടക്കടവ് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പഴയ ദേശീയപാതയിലൂടെയായിരുന്നു വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനത്തെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൾവേർട്ട് ഉണ്ടായിരുന്നു. ആ കൾവേർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനവും തുടങ്ങിയ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് ഇപ്പം പുതുതായിട്ട് റോഡ് ഡൈവേർഷൻ ചെയ്തതിൻ്റെ ഭാഗത്ത് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് റീസെൻ്റ്ലി താറ് ചെയ്തതാണ് വാഗാട്. എന്നിരുന്നാലും താറിങ്ങൊന്നും അത്ര രീതിയിൽ ചെയ്തിട്ടില്ല. കാരണം കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. പുതിയ താറിങ് ആണെങ്കിലും അത് വൃത്തിയിലും വെടുപ്പിലും വാഗാട് ചെയ്തിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ അപ്രോച്ച് റോഡാണ്. അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ മണ്ണടിച്ചു. അതേപോലെ താറിങ്ങിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊടുക്കുന്നത്. നമ്മുടെ പഴയ ദേശീയപാത എത്രത്തോളം ടേണിംഗ് ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമ്മളിപ്പോൾ പുതിയ ദേശീയപാതയുടെ വർക്ക് നടക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ആകാശ കാഴ്ചയാകുമ്പോൾ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ അതേപോലെ തന്നെ നമ്മൾ കോട്ടക്കടവ് റെയിൽവേ ഗേറ്റാണ്. ആ റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗത്തും റെയിൽവേ ഗേറ്റ് ജസ്റ്റ് കാണുന്നുണ്ടോ, അവിടെ കാണാൻ കഴിയുമോ എന്ന് ജസ്റ്റ് നോക്കിയാണ്. അപ്പോൾ ആ റെയിൽവേ ഗേറ്റിൻ്റെതോട് ചേർന്നുള്ള ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ മണ്ണടിച്ച് ഉയർത്തി ഇപ്പോൾ താറിങ്ങിൻ്റെ പ്രവർത്തനമാണ്. താറിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്കാണ്. ഇപ്പോൾ അടുത്ത് തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്തും താറ് ചെയ്യും. അപ്പം അത്യാവശ്യം നല്ല വർക്ക് കുറച്ച് ഫാസ്റ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ ഫാസ്റ്റ് ഇല്ലാതായിരിക്കുകയാണ്. ഒരു 3-4-5 ദിവസമായിട്ട് ഒന്ന് മന്ദഗതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഭാഗത്ത് താറിയാനുണ്ട്. കഴിഞ്ഞ 2-3 ദിവസം മുന്നേ, ഒരു 4 ദിവസം മുന്നേ ലെവൽ ചെയ്താണ്. അതിനുശേഷം പിന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് മന്ദഗതിയിലാണ് പോകുന്നത് കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ലെവൽ ചെയ്ത് താറിയേണ്ട പ്രവർത്തനമാണ്. പഴയ ദേശീയപാതയിലൂടെയാണ് ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വാഗാടിൻ്റെ ടോറസാണ് ഇവിടെ നിരനിരയായി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പം നമ്മളുള്ളത് കരിമനപ്പാലാണ്. കരിമനപ്പാലവും ഇവിടെ ഒരു കരിമനപ്പാലം തോടുണ്ടായിരുന്നു. ആ തോടിൻ്റെ വർക്ക് ഇപ്പോൾ കൾവേർട്ടിൻ്റെ വർക്കും ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൾവേർട്ടിൻ്റെ വർക്കും അത്ര ഫാസ്റ്റായിട്ടൊന്നുമില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ വർക്ക് നടക്കുന്നത്. ഇവിടെയും റോഡ് ഡൈവേർഷൻ ചെയ്തതാണ്. അപ്പോൾ ഇരുമ്പ് വരി വെച്ച് പോകുന്നത് പോലെയാണ്. നല്ല ടേണിങ്ങോട് കൂടിയിട്ടാണ് ഇപ്പോൾ റോഡ് പലയിടത്തും ഡൈവേർഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ കരിമനപ്പാലം ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കണം. ഇവിടെയും കുറച്ച് മണ്ണടിച്ചതിന് ശേഷം വീണ്ടും വാഗാടിന് ഒരു വൈമനസ്യമോ അല്ലെങ്കിൽ വാഗാടിന് മടി പിടിച്ചതോ എന്തോ അറിയില്ല. അപ്പോൾ ഇവിടെയും മണ്ണടിച്ചതിന് ശേഷം വാഗാട് കാര്യമായിട്ടുള്ള വർക്ക് ഇപ്പോൾ ഈ ആഴ്ച എടുത്തിട്ടില്ല. അപ്പോൾ ഒരാഴ്ച വർക്ക് എടുക്കുക, ഒരാഴ്ച ലീവ് എടുക്കുക എന്നതാണോ വാഗാടിൻ്റെ പോളിസി എന്നറിയില്ല. ഒരു കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാമെന്ന് പറഞ്ഞതുപോലെയാണ് വാഗാട്. ഒന്ന് മണ്ണൊക്കെ കിട്ടി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് പിന്നെ 2 ദിവസം വർക്ക് സ്ലോ ആവും. ഒന്നും പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ അന്നേരം വാഗാട് വർക്ക് സ്ലോ ആക്കും. അപ്പോൾ നമ്മുടെ സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണ്. സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തും ഇവിടെയും കുറച്ച് സ്പീഡായിട്ട് വർക്ക് നടന്നിരുന്നു. അപ്പോൾ ആ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ലെവൽ ചെയ്തു. പഴയ ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെയൊക്കെ കാട് പിടിച്ച് വിജനമായി കിടക്കുന്ന പ്രദേശമായിരുന്നു. ഇരു സൈഡിലും അതൊക്കെ ഇപ്പോൾ ഒന്ന് വൃത്തിയും വെടുപ്പൊക്കെ ആക്കി മണ്ണൊക്കെ ഒന്ന് അടിച്ച് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്താണ്. പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തും ഇതൊക്കെ ഇപ്പം റീസെൻ്റ്ലി മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തതാണ്. പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തോ കുറച്ച് വർക്കൊക്കെ നടക്കേണ്ടത്. അതിനിടയിൽ നമ്മളിന്ന് വീഡിയോ എടുത്ത ഡേറ്റ് 9 ജനുവരി 2026 പുതുവർഷത്തിൽ. അപ്പോൾ ഇന്ന് വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് ഒരു അപകടം ഉണ്ടായി. ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ ആ സർവീസ് റോഡിൻ്റെ ആ കാഴ്ച നമ്മൾ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ആ ജംഗ്ഷനുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡിലേക്കുള്ള ലെഫ്റ്റ് സൈഡിലേക്കുള്ള സ്റ്റാൻഡിലൂടെയാണ് ഇപ്പോൾ സർവീസ് റോഡ്. ഇവിടെയും ഒരു കൾവേർട്ടുണ്ട്. ആ കൾവേർട്ടിൻ്റെ വർക്ക് കഴിയാത്തത് കൊണ്ടാണ് സ്റ്റാൻഡിലൂടെ വാഹനത്തെ ഡൈവേർട്ട് ചെയ്തു പോകുന്നത്. ഇവിടെയാണ് ഇന്ന് ഒരു അപകടം നടന്നത്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടുന്ന് ഈ റോഡിലെ കാരണം വണ്ടി വളച്ചിട്ട് മറിഞ്ഞത് അങ്ങനെ എന്തോ സംഭവമാണ്, കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും സർവീസ് റോഡ് ഭയങ്കര അബദ്ധമാണ്. സർവീസ് റോഡ് കൃത്യമായിട്ട് ആ കുണ്ടും കുഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. താറ് ചെയ്തതൊക്കെ ഒരു ലെവൽ ചെയ്ത് താറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് വലിയ ആശ്വാസമാണ്. ഇതിൻ്റെ മുകളിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഡ്രോൺ ഷൂട്ട് നമ്മൾ എടുക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. താഴ്ഭാഗത്ത് സർവീസ് റോഡ്
ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ്. സത്യം പറയുകയാണെങ്കിൽ വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ടാക്സി, ഓട്ടോറിക്ഷകളൊക്കെ ഒരു ദിവസം എങ്ങനെയൊക്കെ തള്ളി നീക്കുന്ന ഒരു സാഹചര്യം. കാരണം വാഹനം ഓടാൻ കഴിയുന്നില്ല. ആളുകൾക്ക് ഇപ്പോൾ സ്റ്റാൻഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരാവശ്യത്തിന് ഓട്ടോ കിട്ടുന്നില്ല. എന്നാൽ കിട്ടിയ ആളുകൾക്ക് ഇറക്കിയിട്ട് തിരിച്ച് സ്റ്റാൻഡിൽ എത്താനും പറ്റാത്തൊരവസരം. വണ്ടി തിരക്കുണ്ട്, പക്ഷേ എന്താ പറയുക, ഓടാനും കഴിയുന്നില്ല എന്ന് പറയുന്ന പോലെയുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ വേറെന്തോ ഒരു നാടൻ ഭാഷയിൽ എന്തോ വെച്ചിട്ടുണ്ട്, അമ്പായ പൂക്കുമ്പോൾ കാക്കയുടെ വായിൽ പുണ്ണാണെന്ന് പറയുന്ന പോലെയാണ് ഓട്ടോറിക്ഷക്കാരൻ. ഒരു തിരക്ക് വരുമ്പോഴത്തേക്കും ഓട്ടോറിക്ഷ ഓടാൻ പറ്റാത്തൊരു സാഹചര്യം, ട്രാഫിക് ബ്ലോക്ക് കാരണം. ഇപ്പോൾ തിരുവത്ത് ജംഗ്ഷനിലാണ് നമ്മൾ. തിരുവത്ത് ജംഗ്ഷനിൽ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അവിടെയും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ വാഹനങ്ങൾ, ട്രാഫിക് ഇപ്പോൾ ഈ ഒരു ഉച്ച സമയത്താണ് ഇന്നും നമ്മൾ വീഡിയോ എടുത്തത്. ഏകദേശം 1:30 ആ ഒരു സമയത്താണ്. അല്പമെങ്കിലും തിരക്ക് കുറവുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത്. കഠിനമായ വെയിലാണെങ്കിലും ഈ ഉച്ച സമയത്തൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്ലാരിറ്റിയൊക്കെ കിട്ടും. അപ്പോൾ ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ്. ഇവിടെയൊക്കെ ഇനിയും വർക്ക് ഒരുപാട് നടക്കേണ്ടിയിരിക്കുന്നു. വടകരയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വർക്ക് ഒരു മന്ദഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ ആ വർക്ക് നടന്ന സർവീസ് റോഡ് പ്രദേശങ്ങളിലൊക്കെ പൊട്ടിപ്പൊളഞ്ഞ ഭാഗത്തൊക്കെ വീണ്ടും ടാർ ചെയ്യേണ്ട, വീണ്ടും ആളുകൾ റോഡിലിറങ്ങേണ്ട, സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വാകാട് എത്തിക്കുന്നുണ്ടോ എന്ന് വീണ്ടും സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ്. സംശയിക്കേണ്ടിയല്ല, അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മളെ ബേബി ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്, നമ്മൾ ആശാ ഹോസ്പിറ്റൽ കഴിഞ്ഞ് ബേബി ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെയും വർക്ക് കുറേയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ 6 വരിയുടെ സെൻറ്റർ 3 വരി പാർട്ടീഷൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം കമ്പി കെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള വർക്ക് കൂടി ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ള. ഇനി അടുത്ത നമ്മളെ പെരുവട്ടം തായ, അതായത് ആശാ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടുള്ള പെരുവട്ടം താഴെ പ്രദേശത്താണ് അടുത്ത പ്രധാനമായിട്ടുള്ള വർക്ക് നടക്കാനുള്ളത്. ഇതൊക്കെ പഴയ ദേശീയപാത ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ ഒരു ഭാഗത്തൊക്കെ അതേപോലെ വാകാട് നിലനിർത്തിയ ഒരു കാഴ്ചയാണ്. ഇവിടെ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. ആശാ ഹോസ്പിറ്റലിന് തൊട്ട് മുന്നേയുള്ള ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ കുറച്ച് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കുറച്ച് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് സംഭവബഹുലമായ ഒരു സംഭവമാക്കി മാറ്റാനാണോ വാകാട് കുറച്ച് പണിയെടുത്ത് പിന്നെ വീണ്ടും ലീവ് എടുത്ത് പിന്നെയും പണിയെടുത്ത് ലീവ് എടുത്ത് കളിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ പെരുവട്ടം താഴെ ഈ ഫ്ലൈ ഓവറിൻ്റെ ഈ ഒരു ഭാഗം കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ആളുകളിങ്ങനെ ഒരു ആചാരം പോലെ ഇങ്ങനെ റൗണ്ട് അബൌട്ട് പോലെ ഇങ്ങനെ കറങ്ങി ഈ കുണ്ടിലൊക്കെ ഇറങ്ങിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. പക്ഷേ അതിലൊന്നും ഒരു മാറ്റം വാകാട് വരുത്തിയിട്ടില്ല. വാകാടിനെ കുറ്റം പറയുകയാണെന്ന് ഒരുപക്ഷെ തോന്നിപ്പോവും. എന്തിരുന്നാലും കുറ്റം പറയാതിരിക്കാൻ വയ്യ. കാരണം വർക്ക് ഫാസ്റ്റായിട്ട് നടക്കുന്നില്ല. ഇനിയും വാഗാടിനിപ്പോൾ ഡെയിലി 60,000 രൂപയോ അങ്ങനെ എന്തോ ഫൈനുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും വാഗാടിനൊരു ചൂടില്ലെങ്കിൽ ചൂട് ഇനി ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാൻ തോന്നില്ല. അപ്പോൾ നമ്മളെ പെരുവട്ടം താഴെ കഴിഞ്ഞു ചോറോട് ഗേറ്റിൻ്റെ ഭാഗത്തും ഇവിടെയും വർക്ക്, മാരകമായ വർക്ക് ഇവിടെയും നടക്കുന്നില്ല. ഇവിടെയും പഴയ പോലെ തന്നെ. ഇവിടെ ഒരു ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതാണ് ഡയറക്റ്റ് മോണിറ്റർ ചെയ്തിട്ടാണ് ആ ബോസ്റ്ററിംഗ് ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്തിയത്. എന്നിരുന്നാലും ആ ഒരു ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക്, ആ വർക്കിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ 2025 ഏപ്രിൽ മാസം ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പറഞ്ഞതായിരുന്നു. ഇതിപ്പോൾ എല്ലാ വർഷവും ഏപ്രിൽ മാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണോ എന്നറിയില്ല. അപ്പോൾ ഈ വർഷമായിട്ടും 2026 ജനുവരി മാസമായിട്ടും ഇതുവരെ ഈ ഒരു ബോസ്റ്ററിംഗ് ബ്രിഡ്ജ്, ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് ആയതാണ്. സ്ട്രക്ചർ വർക്ക് കാര്യങ്ങളൊക്കെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ ഈ ഒരു ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു വർക്കാണ്. പക്ഷേ ആ ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ റെയിൽവേക്ക് ക്രോസ് ചെയ്തുകൊണ്ട്, ഇന്ത്യൻ റെയിൽവേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുകളിൽ വലിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രവർത്തനം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ചെറിയ രീതിയിലുള്ള ക്രെയിനിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യാതെ അതിങ്ങനെ അനിശ്ചിതമായി തുടർന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. അതേപോലെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചോറോട് ഭാഗത്തുള്ള ഒരു അണ്ടർ പാസേജാണ്, വലിയ കൂട്ടിന് അണ്ടർ പാസേജാണ്. ആ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത്. നല്ല ഹൈറ്റുള്ള ഒരു അണ്ടർ പാസേജാണ്. സർവീസ് റോഡ് അങ്ങേയറ്റം താഴ്ന്നിട്ടാണ് ഈ ഒരു പ്രദേശത്ത് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി കൈനാട്ടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൈനാട്ടി ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൈനാട്ടി ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള സൈഡ് ഭിത്തിയൊക്കെ നിർമ്മിക്കാനുള്ള പ്രവർത്തനമാണ്
ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കുറച്ചുകൂടി വർക്ക് ഫാസ്റ്റായിട്ടുള്ള ഭാഗം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു വർക്കും നടക്കാത്ത ഒരു പ്രദേശമായിരുന്നെങ്കിൽ കൈനാട്ടിയിൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഈ പ്രദേശത്താണ് വർക്ക് നടക്കുന്നത്. വടകരയിലുള്ള വർക്ക് സ്ലോ ആകാൻ കാരണം ഇവിടെ വർക്ക് നടക്കുന്നത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട്. പഴയ ദേശീയപാതയിലൂടെ ഇരു സൈഡിലെ വാഹനങ്ങൾ പോയിരുന്നെങ്കിൽ ഇപ്പം വടകര ഭാഗത്തേക്കൊക്കെ, കൈനാട്ടിയിൽ നിന്ന് വടകര ഭാഗത്തേക്കൊക്കെ പുതിയ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത്, ഈ റോഡ് ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് ഇവിടെ ഒരു കൾവേർട്ട് ഉണ്ടായിരുന്നു. ആ കൾവേർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു തോടുണ്ട്. ആ തോട്ടിലേക്ക് നമ്മൾ ഈ സൈഡിലെ സർവീസ് റോഡിൽ ആ ഡ്രൈനേജിലെ വെള്ളം ഈ ഒരു ഭാഗത്തു കൂടി പാസ് ചെയ്തു പോകാനുള്ള ഒരു ഭാഗമായിട്ടാണ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു കൾവേർട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ കൾവേർട്ടിൻ്റെ വർക്ക് ഈ ഒരു പ്രദേശത്ത് നടക്കുന്നുണ്ട്. പഴയ ദേശീയപാതയുടെ ഭാഗത്ത് കുറേയൊക്കെ താറൊക്കെ, പഴയ താറിങ്ങൊക്കെ നീക്കിയതിന് ശേഷം മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ കൈനാട്ടി ഭാഗത്തൊക്കെ ഇരു സൈഡിലെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് പാനലുകൾ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ മണ്ണടിച്ചു കൊണ്ടിരിക്കുന്ന വർക്കാണ്. ഇവിടെയും ഒരു കൾവേർട്ടുണ്ട്. ആ കൾവേർട്ടിൻ്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് റീസെൻ്റ്ലി വന്ന പുതിയ മാറ്റമാണ്. കൈനാട്ടി ഭാഗം ഏറ്റവും കൂടുതൽ അനിശ്ചിതമായി വർക്കൊന്നും നടക്കാതെ കിടന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ളൊരു മാറ്റം. ഇപ്പോൾ ഈ കൈനാട്ടി ഭാഗത്താണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള വർക്ക് നടന്നിരിക്കുന്നത്. ഇപ്പോൾ റോഡൊക്കെ ഡൈവേർഷന് ഇപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലൂടെയാണ് നമ്മൾ കൈനാട്ടി ഭാഗം, ഓർക്കാട്ടേരി, അതേപോലെ മുട്ടുങ്ങൽ തുടങ്ങിയ പ്രദേശത്തൊക്കെ യാത്ര ചെയ്യാനുള്ള റോഡ് ഡൈവേർഷനൊക്കെ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.